Jesus, my Savior. Lord, there is none like you. All of my days I want to pray. താഴ്മയുടെയും വിനയപ്പെടലിൻ്റെയും ശുശ്രൂഷയായ കാൽകഴുകലിൻ്റെയും പെസഹ ശുശ്രൂഷയ്ക്കും ശേഷം കഷ്ടാനുഭവത്തിൻ്റെയും ക്രൂശമരണത്തിൻ്റെയും ഓർമ്മയെ പുതുക്കുന്ന വലിയ വെള്ളിയുടെ ദിനത്തിലേക്ക് നാം ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സ്വയം വിലയിരുത്തലിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ദിനമായി ഈ വലിയ വെള്ളിയെ നാം എല്ലാവരും ആഗ്രഹിക്കത്തക്ക വിധത്തിൽ കൊണ്ടാടേണ്ടതാണ്. ഈ അവസരത്തിൽ ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ രൂപത്തെ നോക്കി, കുരിശിനെ നോക്കി 4 ചിന്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുവാനായിട്ട് ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു മറ്റുള്ളവർക്കായി കുരിശിലേറിയപ്പോൾ അത് അനുധാവത്തിൻ്റെയും സ്വയം വിലയിരുത്തലിൻ്റെതുമായിട്ടുള്ള കുരിശുമരണമായി ഓരോ ക്രിസ്ത്യാനിയും ആ ക്രൂശിനെ കാണേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ടുള്ള ചിന്ത, യേശു ആർക്കായിട്ട് മരിച്ചു എന്നുള്ളതാണ്. നമുക്ക് ഏവർക്കും അറിയാം, യേശു ലോകത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് സ്വയം ക്രൂശിൽ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. മറ്റുള്ളവനായി തൻ്റെ ജീവനെ കൊടുത്ത വലിയ സ്നേഹമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഇന്നത്തെ സമൂഹത്തിലേക്ക് നമുക്ക് ചിന്തിക്കുമ്പോൾ അറിയാം, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കായിട്ട് ജീവനെ കൊടുക്കുന്നുവെങ്കിൽ അത് പെറ്റമ്മയാണ് എന്ന് നമ്മൾ പറഞ്ഞ് അറിവുള്ളതാണ്. എന്നാൽ ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നോക്കുമ്പോൾ ലൗകിക സുഖത്തിനായിട്ട് സ്വന്തം കുഞ്ഞിനെ കൊന്ന് കാമുകനോടൊപ്പം ഒളിച്ചോടുന്ന അമ്മമാരുടെ വാർത്തകൾ ഉൾക്കൊള്ളുന്ന ഈ സമൂഹമാണ്. അപ്പോൾ അവരന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കാനായിട്ട് കഴിയുന്ന സ്നേഹം ഇന്ന് ഏത് വ്യക്തിക്ക് ഉണ്ട് എന്ന് നമ്മൾ സ്വയം വിലയിരുത്തണം. അമേരിക്കയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ബിഷപ്പ് ഫുൾട്ടൺ ജെ ഷീൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ തന്റെ പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു: നാം എല്ലാവരും ജനിച്ചത് ജീവിക്കുവാൻ വേണ്ടിയാണ്, എന്നാൽ യേശുക്രിസ്തു ജനിച്ചത് മരിക്കുവാൻ വേണ്ടിയായിരുന്നു എന്ന്. വലിയ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വ്യക്തിയും ജനിക്കുന്നത് മരിക്കുവാനായിട്ടല്ല. എല്ലാ ലൗകിക സുഖങ്ങളോടും കൂടെയും അവസാനം വരെയും ജീവിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ വ്യക്തിയും ജീവിതത്തിൽ നടന്നു പോകുന്നത്. എന്നാൽ യേശുക്രിസ്തു ജനിച്ചപ്പോൾ തന്നെ മരിക്കുക എന്ന കർത്തവ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭൂമിയിലേക്ക് ജനിച്ചത്. ഒരുവൻ തന്റെ ജീവനേക്കാൾ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമതായി ക്രൂശിലേക്ക് നോക്കി നാം പഠിക്കേണ്ടുന്ന പാഠം, ഒരുവന് വേണ്ടി തന്റെ ജീവനെ ഒരുപക്ഷെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല, പക്ഷേ അവരനെ സ്നേഹിക്കുവാൻ കഴിയുന്നിടത്തോളം വലിയ സ്നേഹം മനസ്സിൽ ഉൾക്കൊള്ളുന്നവരായി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. രണ്ടാമതായി, ഓരോ ദുഃഖവെള്ളി ആചരണവും നമ്മൾ ആചരിക്കുമ്പോൾ കർത്താവിന്റെ ക്രൂശമരണത്തെ സംബന്ധിച്ച് നമ്മൾ വിലപിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ യേശു ക്രൂശിക്കപ്പെട്ടുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും നമ്മളെല്ലാവരും അറിയുന്ന സത്യമാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഓരോ ദിനാചരണങ്ങളും ഓരോ ദുഃഖവെള്ളി ദിനാചരണവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വയം വിലപിക്കുന്നതിനായിട്ട് ഈ ദിനത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് വിലപിക്കാനായിട്ട് യേശുക്രിസ്തു വചനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ദിനവും നമ്മളെ കുറിച്ചുള്ള സ്വയം വിലപിക്കലിനായിട്ട് നാം തിരഞ്ഞെടുക്കണം. യേശുക്രിസ്തുവിനെ മരിച്ചതിനെ കുറിച്ചുള്ള സങ്കടമല്ല നമുക്ക് വേണ്ടത്. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ കുറിച്ചുള്ള സ്വയം വിലപിക്കലിനുപരിയായിട്ട് യേശു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നമ്മുടെ പശ്ചാത്തലത്തിനായിട്ട്, നമ്മുടെ പാപരഹിതരായി തീരുന്നതിനായിട്ട് യേശുക്രിസ്തു സ്വയം ക്രൂശിലേക്ക് ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മളിൽ കണ്ട ചില കാര്യങ്ങൾ ഈ ലോകത്തിലൂടെ നിറവേറ്റുന്നതിനായിട്ടാണ് യേശുക്രിസ്തു അപ്രകാരം ക്രൂശമരണത്തിനായിട്ട് വിധേയനായി തീർന്നത്. എന്നാൽ ഇന്ന് സമൂഹത്തിലേക്ക് തിരിയുമ്പോൾ ലഹരിയുടെ അതികഠിനമായിട്ടുള്ള കടന്നുവരവും അസന്മാർഗികമായിട്ടുള്ള ജീവിതചര്യകൾ കൊണ്ട് മനുഷ്യൻ തിങ്ങി നിറഞ്ഞ ഒരു ലോകത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. മകൻ ഒരു കുടുംബത്തെ മുഴുവനായിട്ടും ലഹരിയുടെ കടന്നുവരവിലൂടെ, ലഹരിയുടെ ഉപയോഗത്തിലൂടെ കൊന്നെടുക്കുന്ന വാർത്ത, തന്റെ സഹപാഠിയെ കൂട്ടം ചേർന്ന് ആക്രമിച്ച് കൊല്ലുന്ന വാർത്ത, ഇപ്രകാരം പലവിധത്തിലുള്ള അസന്മാർഗിക രീതികളിലൂടെയും മനുഷ്യൻ ലോകത്തിന് യേശുക്രിസ്തു മരണത്തിൽ മൂലം പാപത്തെ ജയിച്ച് നമ്മളെ വിജയിപ്പിച്ചെടുക്കുവാനായിട്ടുള്ള നടത്തിയ ശ്രമം എല്ലാം തന്നെ വിഫലമാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ നോക്കി ജീവിക്കുവാൻ കഴിയാതെ മാറുന്ന ഒരു സമൂഹത്തിലേക്ക് നാം മാറ്റപ്പെടുന്നതായിട്ട് കാണാം.
ഒരു ചെറിയ കഥ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. പലരും കേട്ടിട്ടുള്ള കഥയായിരിക്കാം. സന്യാസിയും ഗുരുവരന്മാരും കാടിന് നടുവിലൂടെ മറ്റൊരു ഗ്രാമത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. അങ്ങനെ കാടിനപ്പുറം എത്തിയപ്പോൾ ഒരു പുഴയോരത്ത് അടുത്ത ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു യുവതി പുഴ കടക്കുവാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ആ സ്ത്രീയെ സഹായിക്കാൻ അവിടെ ആരും തന്നെയില്ല. അപ്പോൾ ആ സ്ത്രീ കടന്നു വരുന്ന ഈ സന്യാസി സമൂഹത്തോടായിട്ട് ചോദിക്കുകയാണ്, എനിക്ക് പുഴയ്ക്കപ്പുറം കടക്കേണ്ടതുണ്ട്, നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്ന്. ഒട്ടും മടികൂടാതെ ആ ഗുരുവായിട്ടുള്ള സന്യാസി ആ സ്ത്രീയെ ചുമലിലേറ്റിക്കൊണ്ട് പുഴ കടന്ന് അപ്പുറത്തെത്തിച്ചേരുന്നു. പുഴയ്ക്കപ്പുറം എത്തി ആ സ്ത്രീയെ അവിടെ ഇറക്കി വീണ്ടും ഇവരുടെ യാത്ര തുടരവേ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ശിഷ്യന്മാരിൽ ഒരുവൻ ആ സന്യാസിയോടായിട്ട് ചോദിക്കുകയാണ്, ഗുരു, നമ്മൾ സന്യസ്തരാണ്, സന്യസ്ത വിഭാഗമായിട്ടുള്ള നാം ഒരു യുവതിയെ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സന്യാസി ഗുരു ശിഷ്യനോടായിട്ട് പറഞ്ഞു, ഞാൻ ആ സ്ത്രീയെ പുഴയ്ക്കിപ്പുറം എത്തിച്ചതോടുകൂടി അവളെ എന്നിൽ നിന്നും മാറ്റി, അവളെ എന്നിൽ നിന്നും യാത്രയാക്കി. എന്നാൽ ഇപ്പോഴും അവളെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് നീയാണ് എന്ന്. ഇന്നത്തെ കാലത്തേക്ക് ചിന്തിക്കുമ്പോൾ നമ്മളിൽ പലരും ഇപ്രകാരം തന്നെയാണ്. അന്യന്റെ കുറവുകളെ കണ്ടെത്താനായിട്ട് പരമാവധി ശ്രമിക്കുന്നു. എന്നാൽ തൻ്റെ മനസ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള പാപപരമായിട്ടുള്ള ചിന്തകളെ മാറ്റി നിർത്തിക്കൊണ്ട് നീങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപരന്റെ കുറ്റങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അപരനെ സ്നേഹിക്കാൻ കഴിയാതെയുള്ള നീക്കുപോക്കായി നമ്മുടെ ജീവിതത്തെ മാറ്റി തീർക്കുകയാണ്. അടുത്തതായി ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് സഹനങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരു ലോകമായി നമുക്ക് മാറപ്പെടേണ്ടതുണ്ട്. യേശുക്രിസ്തു സഹനങ്ങളെ സ്വയം ഏറ്റെടുത്ത് ലോകത്തെ ജയിപ്പാനായിട്ട് ജീവിച്ച വ്യക്തിത്വമാണ്. നമ്മളിൽ പലർക്കും അതിന് സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. ഒരു പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, 2 ഗീതങ്ങൾക്കിടയിൽ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി ഒരു ഒഴിവ് ദിവസം ആരാധനാലയത്തിൽ പ്രാർത്ഥിക്കുന്നതിനായിട്ട് കടന്നു ചെല്ലുകയാണ്. ആളൊഴിഞ്ഞ ഒരു ആരാധനാലയം. ആ ആരാധനാലയത്തിലെത്തി ഒരു പള്ളിയുടെ മൂലയ്ക്കായിട്ടിരുന്ന് പ്രാർത്ഥനാ നിമഗ്നനായിട്ട് നിൽക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ആ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി അതൊരു വിവാഹ സംഘമാണ് എന്ന്. അന്നേ വരെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ട് അണിഞ്ഞൊരുക്കിക്കൊണ്ട് വധൂവരന്മാർ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ബന്ധുമിത്രാദികളെല്ലാം വളരെ സന്തോഷത്തോടെയാണ് ജീവിതത്തിൽ ഏറ്റവും ആനന്ദകരമായ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അങ്ങനെ ആ പള്ളിയിൽ അവരുടെ വിവാഹ ശുശ്രൂഷ നടത്തപ്പെടുന്നു. വളരെ സന്തോഷത്തോടെ സുന്ദരികളിൽ അതിസുന്ദരി പാട്ടൊക്കെ പാടി വിവാഹം വളരെ മനോഹരമായിട്ട് അവിടെ നടത്തപ്പെട്ടു. അതിനുശേഷം ആ വിവാഹ സംഘം ആ പള്ളിയിൽ നിന്ന് മാറിപ്പോകുന്നു. ഒരു അരമണിക്കൂറിന് ശേഷം ആ പള്ളിക്കുള്ളിൽ മറ്റൊരു രംഗം കടന്നു വരികയാണ്. ഒരു യുവാവായിട്ടുള്ള വ്യക്തിയുടെ മരണ ശുശ്രൂഷ, ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ആ പള്ളി അവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. അലച്ചുകൊണ്ട് ബന്ധുമിത്രാദികൾ വിലപിച്ചുകൊണ്ട് ആ പള്ളിയും പള്ളി അങ്കണവും പള്ളിക്കുള്ളിലും ആകെ സങ്കടത്തിന്റെ പ്രതീതി, വിലാപത്തിന്റെ പ്രതീതിയായി ആ പള്ളി മാറ്റപ്പെടുകയാണ്. അരമണിക്കൂർ നിമിഷത്തിനിടയിലാണ് ഇപ്രകാരം സന്തോഷത്തിന്റെയും വിലാപത്തിന്റെയും നീക്കുപോക്കുകൾ ആ പള്ളിക്കുള്ളിലായിട്ട് നടന്നത്. അപ്പൊ നാം ചിന്തിക്കണം, നൈമിഷികമായിട്ടുള്ള ഈ ജീവിതത്തിൽ നമുക്കിടയിലേക്കും ഇത്തരത്തിലുള്ള സഹനങ്ങളെ സന്തോഷത്തിനിടയിൽ പലപ്പോഴും വന്നു ചേരുമ്പോൾ ഏറെ സ്നേഹത്തോടെ നമുക്ക് അതിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം. ആ പുസ്തകത്തിനൊടുവിലായിട്ട് പ്രകാരം പറയുന്നുണ്ട്, പള്ളി പോലെ ഒരു ഹൃദയം നമ്മളേവർക്കും ഉണ്ടാകട്ടെ എന്ന്. പള്ളിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിതം തുടങ്ങി അവന്റെ മാമോദീസയും വിവാഹവും ഒടുവിൽ അവന്റെ മരണ ശുശ്രൂഷയ്ക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരു വേദിയാണ് പള്ളിക്കുള്ളിൽ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയുടെയും ഹൃദയവും ഇത്തരത്തിൽ പള്ളി ആരാധനാലയം പോലെ ഒരു ഹൃദയം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. സന്തോഷം മാത്രമല്ല, സഹനത്തെ നേരിടാനായിട്ടുള്ള ഒരു കരുത്ത് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. സഹനങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് കഴിയണം. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്നാണ്. കുരിശ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായും സഹനത്തിന്റെ പ്രതീകമാണ് കുരിശ് എന്ന് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും തന്നെ ലൗകിക മോഹങ്ങളിൽ നിന്നെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ കുരിശെടുത്ത് പിന്നാലെ വരുവാനായിട്ട് പറയുമ്പോൾ സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് തന്റെ ജീവിതത്തിലുടനീളം യേശുക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് പോകുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കണം.
ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഉണ്ട്, കുരിശൊടിച്ചാൽ എന്നാണ് ആ ഷോർട്ട് ഫിലിം. ആ കഥ വളരെ ചെറുതാണെങ്കിലും അതിൽ വലിയൊരു അർത്ഥമുണ്ട്. ദമ്പതികൾ അവരുടെ വിവാഹ സമയത്ത്, വിവാഹത്തിന് ശേഷം വൈദികൻ അവർക്ക് സമ്മാനമായിട്ട് ഒരു വലിയ മരക്കുരിശ് ആ ദമ്പതികൾക്കായി നൽകുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സഹനങ്ങൾക്കും ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഇതിനെ കൈപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാനായിട്ട് സാധിക്കണമെന്ന്. അങ്ങനെ ആ ദമ്പതികൾ സന്തോഷത്തോടെ ആ വലിയ മരക്കുരിശ് തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ജീവിത സാഹചര്യങ്ങൾക്കൊടുവിൽ അല്ലെങ്കിൽ യാത്രകൾക്കിടയിൽ ഈ വലിയ മരക്കുരിശ് എപ്പോഴും അവർക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അവർ ആ കുരിശിനെ 4 അറ്റവും കട്ട് ചെയ്ത് ആദ്യം ഒന്ന് ചെറുതാക്കി. അപ്പോൾ അതും കൊണ്ടു നടക്കാൻ വളരെ ബുദ്ധിമുട്ടായി. ഇപ്പൊ വീണ്ടും അതിനെ കട്ട് ചെയ്ത് ചെറുതാക്കി പോക്കറ്റിൽ ഉൾക്കൊള്ളുന്ന വിധത്തിലേക്ക് ആ മരക്കുരിശിനെ മാറ്റി. അങ്ങനെ അവരുടെ ജീവിത അവസാനമൊക്കെ എത്തി. ഈ ലോകത്ത് നിന്ന് രണ്ടുപേരും മാറിപ്പോയി. അങ്ങനെ സ്വർഗീയ വാസത്തിലേക്ക് തയ്യാറെടുക്കുന്ന പടിവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ നിൽക്കുന്ന കാവൽ മാലാഖ പറഞ്ഞു, സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു ചെറിയ ഗർത്തമുണ്ട്. ഈ ഗർത്തം കടന്നു നീങ്ങുവാൻ നിങ്ങൾക്ക് ഒരു വഴിയുമുണ്ട്. ആ വഴിയാണ് സഹനങ്ങളാകുന്ന നിങ്ങളുടെ വിവാഹ സമയത്ത് നൽകിയ കുരിശ് എന്ന് പറയുന്നത്. ആ കുരിശിനെ പാലമാക്കി തീർത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗർത്തത്തിനപ്പുറം കടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിന്തിക്കുമ്പോഴാണ് ദമ്പതികൾ മനസ്സിലാക്കുന്നത്, അന്ന് നൽകിയ സഹനത്തിന്റെ പ്രതീകമായിട്ടുള്ള കുരിശിനെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ സഹനത്തെ മുറുകെ പിടിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. സഹനങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് ജീവിതത്തിന്റെ അവസാനം എത്തിയപ്പോൾ സ്വർഗീയ കവാടത്തിലേക്ക് എത്താനായിട്ട് ഞങ്ങൾക്ക് പാലമായി തീരുന്ന കുരിശ് ഞങ്ങളുടെ കയ്യിലില്ല എന്ന് ആ ദമ്പതികൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്രമാത്രമാണ്. ജീവിതത്തിൽ സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വർഗീയ കവാടത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ ജീവിതമാകുന്ന നമ്മുടെ സഞ്ചാരത്തിനിടയിൽ പല വിധത്തിലുള്ള സഹനങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാം. പക്ഷെ ആ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ ഫുൾട്ടൻ ജെ ഷീൻ എന്ന് പറയുന്ന അദ്ദേഹം തന്റെ മിസ്റ്ററി ഓഫ് ക്രോസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു ചെറിയ തന്റെ ജീവിത അനുഭവം വെളിപ്പെടുത്തുന്നുണ്ട്. ബിഷപ്പാവുന്നതിന് മുന്നേ വൈദികനായിരിക്കുന്ന സമയത്ത് ഗൃഹസന്ദർശനം നടത്തുന്ന വേളയിൽ അദ്ദേഹം ഒരു ഭവനത്തിലെത്തി. ആ വീട്ടിലെ എല്ലാവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കുട്ടി അവിടെ കളിക്കുന്നതായിട്ട് കാണാനായിട്ട് ഇടവന്നു. അങ്ങനെ തിരിച്ചിറങ്ങുന്ന സമയത്ത് ആ വൈദികൻ കുട്ടിയോടായിട്ട് ചോദിച്ചു, മോളെ നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന്. അപ്പൊ ആ കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ പന്തുണ്ടായിരുന്നു. അപ്പൊ പന്ത് കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ അങ്ങേ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ വൈദികൻ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം പന്ത് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പൊ ആ കുട്ടിയോട് ഒന്നും കൂടി ചോദിച്ചു, നീ എന്നെ ഇത്രയോ സ്നേഹിക്കുന്നുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി തൊട്ടടുത്തിരുന്ന ഒരു ഫുട്ബോൾ കാണിച്ചിട്ട് പറഞ്ഞു, അല്ല അച്ഛാ ഞാൻ ഇത്രത്തോളം അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അതും ആ വൈദികന് തൃപ്തിയായില്ല. ഇപ്പൊ ഫുൾട്ടൻ ജെ ഷീൻ ചോദിച്ചു, അത്രയും നീ എന്നെ സ്നേഹിക്കുന്നുള്ളൂ എന്ന് ചോദിച്ചു. ഇപ്പൊ കൂടി നിന്നവരൊക്കെ ഇത് കണ്ട് ചിരിക്കാൻ തുടങ്ങി. ഇപ്പൊ കുട്ടിക്ക് ആകെ അങ്കലാപ്പായി. കുട്ടി പറഞ്ഞു, അല്ല അച്ഛാ ഞാൻ ഇത്രത്തോളം അങ്ങേ സ്നേഹിക്കുന്നു എന്ന് കൈകൾ രണ്ടും വിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ആ വൈദികൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കേണ്ടത് ഇത്രത്തോളമാണ്. കൈകൾ വിരിച്ചു വെച്ച ഒരു മനുഷ്യരൂപം എന്ന് പറയുന്നത് കുരിശിന്റെ രൂപമാണ്. കുരിശോളം പൂർണ്ണമായിട്ട് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഒരു സ്നേഹമില്ല. കുരിശ് നമുക്ക് മറ്റൊരു വ്യാഖ്യാനത്തെ തരുന്നു. കുരിശോളം മറ്റുള്ളവനെ, അപരനെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഒപ്പം നാം 3 കുരിശുകളെ കാണുന്നുണ്ട്. വലതും ഇടതും നടുക്കുമായിട്ട് 3 കുരിശുകൾ. ഇടത്തെ കുരിശിനെ കുറിച്ച് നമുക്കറിയാം. അത് ഇടത്തെ കള്ളനെ ക്രൂശിച്ച കുരിശാണ്. ഇടത്തെ കള്ളൻ എങ്ങനെയുള്ളതായിരുന്നു? സ്വന്തം തെറ്റുകളെ അംഗീകരിക്കാതെ ഒപ്പം നടുക്കുള്ളവനെ, യേശുക്രിസ്തുവിനെ പഴിചാരിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇടത്തെ കള്ളൻ എന്ന് പറയുന്നത്. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുക മാത്രമല്ല, അപരനെ അപഹസിക്കുക കൂടി ചെയ്യുന്ന, അപരനെ ദൂഷിക്കൂടി ചെയ്യുന്ന കുരിശായിരുന്നു ഇടത്തെ കുരിശ്. വലത്തെ കുരിശ് നമുക്കറിയാം, വലത്തെ കള്ളനെ ക്രൂശിച്ച കുരിശാണ്. ആ ക്രൂശിൽ കിടന്ന വലത്തെ കള്ളൻ സ്വയം അനുദപിച്ചു. തന്റെ തെറ്റുകളെ അംഗീകരിക്കുവാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വലത്തെ കുരിശിൽ കിടന്ന കള്ളൻ. എന്നാൽ നടുവിലത്തെ കുരിശ് അത് യേശുക്രിസ്തുവായിരുന്നു. സ്വയം തെറ്റുകൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലെയും അപരന്റെ തെറ്റുകളെ ഏറ്റെടുത്തുകൊണ്ട് സ്വയം ക്രൂശിലേറിയ മഹത് വ്യക്തിത്വമാണ് യേശുക്രിസ്തു എന്നത്. നമുക്ക് ആർക്കും ഒരുപക്ഷെ നടുവിലത്തെ കുരിശുമായിട്ട് മാറാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. അപരനെ സ്നേഹിക്കുന്ന വിധത്തിൽ അപരന് വേണ്ടി മരിക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും വലത്തെ കുരിശാകാനായിട്ട് നമുക്ക് സാധിക്കും. അപരനെ സ്നേഹിച്ചുകൊണ്ട് സ്വയം തെറ്റുകളെ കുറിച്ച് ഓർത്ത് പശ്ചാത്താപിച്ചുകൊണ്ട് തെറ്റുകളെ ഏറ്റെടുക്കുവാനായിട്ടുള്ള ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരിക്കലും ഇടത്തെ കുരിശാകാതെ കുറഞ്ഞ
വർഷം വലത്തെ കുരിശെങ്കിലുമായി നമുക്ക് നമ്മുടെ ജീവിത കാലയളവ് തീർക്കുവാനായിട്ട് സാധിക്കണം. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നമുക്ക് ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല. വരും ദിനങ്ങളെ കുറിച്ച് ഓർത്ത് ചിന്തിച്ചുകൊണ്ട് യേശു അഭയപ്പെട്ടുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ടതുണ്ട്. ഒരു കരി വിൽപ്പനക്കാരന്റെ കഥ കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കരി വിൽപ്പനക്കാരനായിട്ടുള്ള വ്യക്തി തൻ്റെ കരിക്കച്ചവടമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം രാത്രി നടന്നു വരുന്ന വഴി ഒരു വ്യക്തി അവിടെ വീണ് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് ഇടയായി. ആ കരിക്കച്ചവടക്കാരൻ ഒട്ടും മടി കൂടാതെ ആ വ്യക്തിയെ എടുത്തുകൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. അപ്പോൾ ബോധരഹിതനായിരുന്ന അദ്ദേഹത്തെ വേണ്ട പരിചരണങ്ങളൊക്കെ നൽകിക്കൊണ്ട് ശുശ്രൂഷിച്ച് ബോധം വരുന്ന ആ സന്ദർഭത്തിൽ ആ വ്യക്തി മനസ്സിലാക്കിയാണ് താൻ എത്തിപ്പെട്ടത് ഒരു കരിക്കച്ചവടക്കാരന്റെ വീട്ടിലാണ്. വിറകൊക്കെ കരിയാക്കി വിൽക്കുന്ന ഒരു കരിക്കച്ചവടക്കാരന്റെ വീട്ടിൽ. അപ്പൊ അദ്ദേഹം ബോധത്തിൽ നിന്നുണർന്ന് തന്നെ പരിചരിച്ച ഈ വീട്ടുകാരോടുള്ള നന്ദിയൊക്കെ അറിയിച്ച് അവിടെ നിന്ന് യാത്രയായി പോകുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വണ്ടി നിറയെ വലിയ മരത്തടികളുമായിട്ട് ആ കരിക്കച്ചവടക്കാരന്റെ വീട്ടിലേക്ക് എത്തി. അദ്ദേഹത്തിന് സമ്മാനമായിട്ട് ഈ വണ്ടി നിറയെ വിറകുകൾ അദ്ദേഹത്തിന് നൽകി. കരിക്കച്ചവടക്കാരൻ ഒരുപാട് സന്തോഷമായി ഇനി വിറകം തേടി നടക്കേണ്ട കരി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ യാത്ര പറഞ്ഞു പോയതിനു ശേഷം കരിക്കച്ചവടക്കാരൻ ആ വിറകുകൾ എടുത്ത് കരിയാക്കി വിറ്റുകൊണ്ടിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം വേനൽ മാറി മഴയായപ്പോൾ ഈ വിറകുകളൊന്നും കരിയാക്കി മാറ്റാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. കുടുംബം പട്ടിണിയിലേക്ക് പോകാനുള്ള ചാൻസ് അദ്ദേഹത്തിന് തോന്നി. ഒട്ടും മടിക്കാതെ ബാക്കി വന്ന കുറച്ച് വിറകുകൾ എടുത്ത് കരിയാക്കാതെ കരിയുടെ അത്രയും വില വിറകിനില്ല എങ്കിൽ തന്നെയും വിറക് കൊടുക്കുന്നതിനായിട്ട് അദ്ദേഹം ചന്തയിലേക്ക് പോയി. അപ്പൊ ഈ വിറക് കൊടുക്കുന്നതിനിടയിൽ ഒരുപാട് ആളുകൾ ഈ വിറക് വാങ്ങാനായിട്ട് വളരെയധികം ധനങ്ങൾ കൊടുത്തുകൊണ്ട് മൂല്യം കൊടുത്തുകൊണ്ട് വിറക് വാങ്ങാനായിട്ട് തന്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം വളരെ ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, ഒരു വ്യക്തിയോട് ചോദിച്ചു, എന്താണ് ഈ വിറകിന് നിങ്ങൾ ഇത്രയധികം വില നൽകുന്നത്? അപ്പോൾ ആ വാങ്ങാനായിട്ട് വന്ന വ്യക്തി പറഞ്ഞു, ഇത് വെറും തടിയല്ല, ഇത് മുന്തിയ ഇനം ചന്ദന തടികളാണ്. ചന്ദന തടികളാണ് നിങ്ങളിപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരുപാട് മൂല്യമുള്ളതാണ്. ഒരുപാട് ധനമൊക്കെ അന്ന് കിട്ടി. അയാൾ വളരെ സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് വന്നു. പക്ഷെ അന്ന് രാത്രി അയാൾക്ക് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. കാരണം എന്താണ്? ഇത്രയും കാലം ഇത്രയും വിലപിടിപ്പുള്ള തടിയായിരുന്നു താൻ വെറും കരിയായിട്ട് വിറ്റുകൊണ്ടിരുന്നത്. ജീവിതത്തിൽ ലഭ്യമായിട്ടുള്ള ചന്ദന തടികളെ അതിന്റെ മൂല്യം അറിയാതെ വെറും കരിയായി വിറ്റുകൊണ്ടിരുന്ന മനുഷ്യന്മാരാണ് നമ്മളിൽ പലരും. യേശുക്രിസ്തു എന്ന വലിയ സത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും, നമുക്കൊരു ദൈവം, യേശുക്രിസ്തു എന്ന വലിയൊരു ദൈവം നമുക്കുണ്ടായിട്ടും അതിന്റെ വാല്യൂ, അതിന്റെ മൂല്യത്തെ നമ്മൾ തിരിച്ചറിയാതെ ഇത്രയും കാലം ക്രിസ്ത്യാനി എന്ന പേരിൽ ജീവിച്ചുവെങ്കിൽ ഇനി നല്ല മുന്തിയ ചന്ദനത്തടികൾ പോലെ യേശുക്രിസ്തു ആകുന്ന വലിയ രക്ഷ നമുക്ക് മുന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കണം. അടുത്തതായിട്ട് ക്രൂശ് എന്ന് പറയുന്നത് സംരക്ഷണം നൽകുന്ന ക്രൂശാണ്. ക്രൂശിനെ നോക്കിക്കൊണ്ട്, സംരക്ഷണം നൽകുന്ന ക്രൂശിനെ കൊണ്ട് നോക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും. സമയം അധികം ഞാൻ വഹിക്കുന്നില്ല. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നമുക്ക് അടച്ചുകൊണ്ട് ഇന്ന് കേട്ട വചനങ്ങളെ നമുക്കൊന്ന് ശ്രമിക്കാം. കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ കാൽവരിനാഥ, അങ്ങയുടെ പരിശുദ്ധ രൂപം ഞങ്ങളെ കാണിച്ചു നൽകിയ വലിയ പാഠങ്ങളെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രൂപം ഞങ്ങളെ കാണിച്ചു നൽകിയ വലിയ പാഠങ്ങൾ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങ് എനിക്കായി മരിച്ചുവെന്ന് ഹൃദയത്തിൽ അറിഞ്ഞ് എന്റെ പാപങ്ങളെ ഓർത്ത് സ്വയം കരഞ്ഞ് അനുദപിച്ച് സഹനങ്ങളിൽ സന്തോഷത്തോടെ ചേർന്നുകൊണ്ട് സംരക്ഷണം നൽകുന്ന കുരിശിനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് കുരിശോളം അവരനെ സ്നേഹിക്കുവാൻ, അതുവഴി നിത്യജീവനിലേക്ക് നടന്നെടുക്കുവാൻ അടിയനെ കൃപ ചെയ്യണമേ. ഈ നല്ല വെള്ളിയാഴ്ച അതിനായി അതിനൊരു രൂപാന്തരപ്പെടുത്തുമാറാകണമേ. മറ്റുള്ളവർക്കായി മരണം മരിച്ച നടുക്കുരിശാകുവാൻ സാധിച്ചില്ലെങ്കിലും എനിക്കായി മരിച്ചവൻ എന്നിൽ പ്രതീക്ഷിച്ചതെന്തോ അതായി തീരുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥനകൾ കൈക്കൊണ്ട